അതിന്റെ അടിയിൽ വന്നത് നിങ്ങൾക്ക് കയ്യിൽ കാണാം. അതല്ലാതെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി ആൾക്കാർ അയച്ചതും ഉണ്ട്. നമ്മൾ പറഞ്ഞ അവനെ മനസ്സിലാക്കണം, രേണുവിനെ പോയി കാണണം, അവനോട് പോയി അമ്മനെ കാണുക, അവനെ വയന്ന് വയസ്സ് തൊട്ട് എത്രയ്ക്കാണെങ്കിലും നോക്കിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. പിന്നെ കിച്ചു പോയി കാണുന്നില്ല എന്നുള്ളത് അത് കിച്ചുവിനാണ് അതിന്റെ കാരണവും സംഭവങ്ങളും അറിയാം. ഞാൻ അത്രയും വയ്യാണ്ടിരിക്കുകയാണ്, എല്ലാവരും പറയണു കിച്ചു പോയി കാണുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും ഒറ്റയടിക്ക് കിച്ചുവിനെ എതിരായി തുടങ്ങി. അത്രയും കാലം രേണുവിനെതിരായി നിന്ന ആളുകളെല്ലാം രേണുവിന് അസുഖം വന്നപ്പോൾ ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റി കിച്ചുവിനെതിരായി. അതെ, ഒറ്റയടിക്ക് കിച്ചുവിനെതിരായി. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ രേണുവിന്റെ ആരാധകന്മാര് ഇരുന്ന് പൊങ്കാലയും ശാപവാക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ശാപവാക്ക് മാത്രമല്ല, ഇവിടെ കൂടോത്രം പോലും ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ കിച്ചുവിനെ ഇപ്പോഴും ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നു? ഈ രണ്ടുപേരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. കിച്ചു രേണുവിനെ കാണാൻ പോയില്ല എന്ന് രേണു പറഞ്ഞപ്പോ, 2 തവണ പറഞ്ഞപ്പോ, അതുകൂടാതെ ഭീഷണിയുടെ സ്വരത്തിൽ ബിഷപ്പും വന്നപ്പോ ഇവരൊരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് രേണുവിനെ വിളിച്ചിരുന്നു, പക്ഷെ രേണുവിന്റെ ചേച്ചിയാണ് ഫോൺ എടുത്തത്, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ രേണുവിന്റെ ചേച്ചി ഇവർക്കെതിരെ ഒന്നും പരാതി കൊടുത്തില്ല കേട്ടോ. എവിഡൻസ് ഇങ്ങനെ മുഖത്ത് ഒട്ടിച്ചു വെച്ച് സംസാരിക്കുന്ന നമ്മൾക്കെതിരെയാണ് പ്രശ്നം മൊത്തം. ഓക്കെ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇപ്പോ താടിയും പൊട്ടും എന്ന ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ബിസിനസ് സംരംഭമൊക്കെ നടത്തുന്ന ഈ 2 വ്യക്തികൾ, ഇവര് കിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ വെറും നാക്കുകൊണ്ട് സപ്പോർട്ട് ചെയ്യല്ല, വാക്കുകൾ കൊണ്ട് മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത്, പകരം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ്. കിച്ചു ഇതാ സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവരിപ്പോ നോർത്ത് ഇന്ത്യയിലേക്കുള്ള ഒരു യാത്രയിലാണ്. കൂടെ പോകുന്നത് ഇവരാണ്. അവനെ ഒരു കരയിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൈഡിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ മ്യൂസിക് ഓഫാക്കി, ഒരു പാട്ടാണ്, ഒരു കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് മ്യൂസിക് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ടില്ലേ, അവരെ ചേർത്ത് വെക്കുന്ന ആ ഒരു വീഡിയോ കണ്ടു നോക്കിയേ, എത്ര മനോഹരമായിട്ടാണ് അവർ ചേർത്ത് വെക്കുന്നത്. അവൻ ഉറങ്ങുന്ന സമയത്ത് അവന്റെ തലയിൽ ഇങ്ങനെ തലോടുന്ന ഒരു വീഡിയോ അതിൽ കാണാൻ കഴിയും. സത്യം പറയാ, അത് കാണുമ്പോൾ ഒരു മാതൃസ്നേഹം അവരിൽ നിന്ന് അവന് കിട്ടുന്നുണ്ട് എന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ചേർത്ത് വെക്കേണ്ടവരെ ചേർത്ത് വെക്കുക തന്നെ വേണം. രേണുവിന്റെ ചില പ്രവർത്തികൾ മാത്രമാണ് രേണുവിനോട് ആളുകൾക്ക് ഇഷ്ടമല്ലാതിരുന്നത് എന്നുള്ളതാണ്. ഒരു ബിഗ് ബോസിൽ കയറിയ സമയത്ത് അവരോടൊരു സ്നേഹം ആളുകൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നീട് അവർ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ആ ഒരു സ്നേഹം പോയി. കണ്ടില്ല, തലയിൽ കൈവയ്ക്കുന്ന ആ ഒരു നിമിഷം, സത്യത്തിൽ അത് കാണുമ്പോൾ ഒരു മാതൃസ്നേഹം അവൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറയുന്ന വിഷയം അതൊന്നല്ല. കിച്ചു ഒരു ബിസിനസ് ആരംഭിക്കുന്നു, അതുവഴി അവൻ രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. 2-3 ദിവസം മുമ്പ് കിച്ചു അവന്റെ ചാനൽ വഴി ഒരു ഡ്രസ്സിന്റെ ഡെലിവറിയുടെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവന്റെ ബ്രാൻഡ് അവൻ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ ഈ യാത്ര ഏതെങ്കിലും ഒരു ഫാക്ടറിയിലേക്കാകാം. അവന്റെ ലോഗോയുമായിട്ട് ഇനി ചിലപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ പുതിയ ഒരു ബ്രാൻഡിങ് പുറത്തു വരാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ്. അവനെ ചേർത്ത് വെക്കുന്ന ആളുകൾക്ക് പോലും നെഗറ്റീവ് ആവുന്ന ഒരു അവസ്ഥ വരുന്നത് അത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. രേണുവിനെ സപ്പോർട്ട് ചെയ്തോളൂ നിങ്ങൾ, പക്ഷെ കൂട്ടത്തിൽ എന്തിനാണ് അകാരണമായിട്ട്, നിങ്ങൾക്കൊന്നും അറിയില്ല, കിച്ചുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, എന്നിട്ടും നിങ്ങൾ വളരെ മോശപ്പെട്ടിരുന്ന എന്തിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ബിഷപ്പ് പോലും പറഞ്ഞു തീർക്കേണ്ട വിഷയത്തിനെ വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കേൾക്കുക തന്നെ വേണം. അതന്നെ അവനൊരു വിഷമമായി ഉണ്ടാവും. കാരണം അവൻ പുതിയൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അവൻ ഒറ്റയടിക്ക് ഒരു ഇതിന് മുന്നേ പല കാര്യങ്ങളും രേണു വയ്യായിക്ക് മുന്നൊക്കെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത, അവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കണം, മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയിട്ടല്ല. മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കാണുമ്പോൾ ആളുകൾ അവരെ എതിർത്ത് പറഞ്ഞു, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് നിന്നു. പെട്ടെന്ന് അവർക്ക് വയ്യായി വന്നപ്പോൾ ഒറ്റയടിക്കാൻ കൊണ്ടു നടന്ന ആൾക്കാരൊക്കെ കിച്ചുവിനെ ഒറ്റയടിക്കിട്ടു. നമ്മൾ അന്നും ഇന്നും അവന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാറില്ല. പിന്നെ അമ്മേനെ പോയി നിന്നെ അങ്ങനെ നോക്കിയതല്ലേ, വയ്യാത്തതല്ല, അങ്ങനെ അത് അവന് പറയാണ്ട് തന്നെ അവൻ അറിയാമ കാര്യങ്ങളൊക്കെ. പിന്നെ അവനതൊക്കെ പറയാനും ആളുകൾ, അവൻ ജീവിക്കുന്നത് അവന്റെ അച്ഛന്റെ വീട്ടിലാണ്, അവിടെ ഒരുപാട് പേരുണ്ട്. അവന്റെ വിഷമങ്ങള് അവൻ എന്തുകൊണ്ടാണ് പോവാത്ത, അവൻ അവിടെ പോയിരുന്ന ഒരാളല്ലേ, പിന്നെ എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതൊക്കെ അവന് മാത്രം അറിയുള്ളൂ. അവന്റെ വിഷമങ്ങളൊക്കെ അവന് കിച്ചുവിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അവൻ എന്താ ചെയ്യണമെന്നൊക്കെ അവൻ തന്നെ തീരുമാനിച്ചോളൂ. അതെ, അവൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം തുറന്നു പറഞ്ഞിട്ടില്ല, പക്ഷെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഒരു പക്ഷെ കിച്ചുവിനെ ആളുകൾ ചേർത്ത് വെക്കുന്നത്. ആ പറച്ചിലിനിടയിൽ അവനൊരു സത്യസന്ധമായ കാര്യം പറയുന്നുണ്ട്. ആരും പറയാനൊന്നും മടിക്കുന്ന കാര്യം, ഞാൻ ലഹരിക്ക് അടിമയായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആരെങ്കിലും അങ്ങനെ ഒരു വാക്ക് നമ്മുടെ മുന്നിൽ പറയോ? ഇല്ല. പക്ഷെ ജനങ്ങളത് മനസ്സിലാക്കുന്നു. അവനതാ ആ ഒരു തെറ്റ് തിരുത്തുന്നു, ആ തെറ്റ് നമ്മുടെ മുന്നിൽ ഏറ്റു പറയുന്നു. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഇപ്പോൾ രേണുവിന് ഇവൻ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഇത് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ സമ്പത്ത് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയല്ലേ ചെയ്തിട്ടുള്ളത്. അതാണ് ഡിഫറൻറ്റ് എന്നുള്ളതാണ്. ഇനിയും ആളുകൾ വിശ്വസിക്കുന്നത് രേണുവിനെ കാണാൻ പോവുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ആ ഒരു സംശയവും ഇവർ തന്നെ തീർത്തു തന്നിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. എന്റെ അമ്മ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റാണ്. ഈ രേണുവിന് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് റീലോ പോസ്റ്റോ അങ്ങനെ എന്തോ ആണ്, ഞങ്ങളും അത് കണ്ടായിരുന്നു.
ഈ പോസ്റ്റും റീലും കണ്ട വഴിക്ക് തന്നെ ഈ കിച്ചു വേറെ ആരോ സജഷനും പിടിക്കുക ചോദിക്കും ആരും മോനെ നീ അമ്മേനെ പോയി കാണാം, അതൊന്നും അവന്റെ ആവശ്യമൊന്നുമില്ല. ഇത് കണ്ട വഴിക്ക് അവൻ ഈ പറയുന്ന രേണുവിടെ ഫോം വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അത്? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ട്? അത് നിൽക്കുന്നത് രേണുവിന്റെ ഫോം വിളിച്ചു. എടുത്തത് രേണുവിന്റെ സിസ്റ്ററാണ്, ചേച്ചി. അപ്പൊ ഫോൺ വിളിച്ച് എടുത്തിട്ട് പറഞ്ഞു, പിന്നെ ഇവൻ പറഞ്ഞു അമ്മോട് സംസാരിക്കണം. അപ്പൊ അമ്മോട് സംസാരിക്കപ്പോ പറ്റിയാന്ന് അവര് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് അമ്മോട് സംസാരിക്കുന്നു പറഞ്ഞപ്പോ പറ്റില്ലാന്ന് അവര് പറഞ്ഞു. അവര് ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞ. ഇത് രേണു എവിടെയെങ്കിലും പറഞ്ഞോ? അന്ന് വയ്യാണ്ട് അവശ്യമായിട്ട് വയ്യ എന്നെ കാണണ്ടോര് വന്നില്ല, കിച്ചു എന്നെ വളർത്തി 11 വയസ്സ് തൊട്ട് ഉണ്ടാക്കിയിട്ട് വന്നില്ല, ഈ വിളിച്ചിട്ട് ഫോൺ കൊടുത്തില്ല, ഞാൻ സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഒരു കാര്യത്തിനെതിരെ അവർ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. രമ്യ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ പേരാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിലും രമ്യയാണ് രേണുവിന്റെ മരുന്നിന് ഇത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചതെന്നുള്ളതാണ്. അതിന് ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറഞ്ഞിട്ട് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോസിറ്റീവായിട്ട് എടുത്തത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ കഴിവില്ലെങ്കിൽ ആരും പറയാതിരിക്കുക. രമ്യ ചേച്ചി അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ചില ആളുകൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുവിന് ഇത്തരം കാര്യങ്ങൾ അറിയിക്കരുത്, രേണുവിനോട് ഡോക്ടർ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം രേണുവിന്റെ മുന്നിൽ നിന്ന് മാറി ഒന്ന് വീഡിയോയിൽ പറയാമായിരുന്നില്ലേ എന്നാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്, കാരണം അവരെ വിഷമിപ്പിക്കരുതെന്നാണല്ലോ പറയുന്നത്. അപ്പൊ വീണ്ടും വിഷമിപ്പിക്കുന്ന രീതിയിൽ അത് കാണിക്കുന്നത് ശരിയാണോ എന്ന് അത് ശരിയല്ല സത്യത്തിൽ, അല്ലേ? ഓക്കെ, നിങ്ങൾ എന്താ വെച്ചാൽ കാണിക്കുക, സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ട് ഞങ്ങളിത് റിയാക്ട് ചെയ്യും, അതത്രേ ഉള്ളൂ. പക്ഷെ ഇവർ പറഞ്ഞു കേട്ടില്ലേ, രമ്യ അങ്ങനെ പറഞ്ഞു എന്നാ പറയുന്നത്. രമ്യ ചേച്ചിക്ക് ഇതിന് എന്തെങ്കിലും പറയാനൊക്കെ പറയണം കേട്ടാ, കേസ് കൊടുക്കുന്നതിന് മുൻപേ ഈ ഒരു കാര്യം പറയണേ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചു ഈ മണി പ്ലാന്റ് ഒന്ന് പൊക്കി കാണിച്ചു തരുമോ എന്നുള്ളത്. ഇതിലൊരു ഫിഷിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്, അത്ര മനോഹരമാണോ എന്നൊന്നും അറിയില്ല, കുട്ടികളുടെ വരയാണ് എന്നുള്ളതാണ്. പിന്നെ അതിലൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരണം പറഞ്ഞിരുന്നു കഴിഞ്ഞ വീട്ടിൽ, അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചതാണ് കേട്ടോ. ഓക്കെ, ബാക്കി കാണാം. ആ സമയത്ത് വേറെ മീഡിയക്കാർ അവിടെ സ്ഥിരം നിൽക്കുന്നുണ്ട്. വേറെ ഒരുപാട് പേര്, അവരൊക്കെ കയറ്റാനും വീഡിയോ എടുപ്പിക്കാനും ഒന്നും ഒരു എന്താ പറയുക ഇൻഫെക്ഷനും കാര്യങ്ങളും ഇല്ല. ഈ ക്രാവ് അവിടെ നിന്ന് ഇവിടെ വരെ വന്നിട്ട് രണ്ടാമതും ആൾക്കാർ ഓരോന്നൊക്കെ പറയുകയും പിടിക്കുക ഒക്കെ ചെയ്ത് എന്തൊക്കെയാണെങ്കിലും അവരൊക്കെ അവനെ അന്ന് കോൾ ചെയ്തിട്ട് അവർ കൊടുത്തില്ല, അവൻ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അതെവിടെയും ആ ന്യൂസ് പോയില്ല, അവളും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് വയ്യാന്ന് കേട്ടപ്പോൾ വളർത്തി 15 വയസ്സിൽ കൊണ്ടുപോയി അവിടെ ഒരുപാട് മീഡിയാസ് ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ആ മീഡിയാസ് ഒക്കെ കിച്ചു അവിടെ വന്നു പോയത് അറിഞ്ഞതുമാണ്, പക്ഷെ അവരൊന്നത് പുറത്തു പോലും വിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് രേണു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞത്, ചത്താലും കാണാൻ വരുതെന്നൊക്കെ പറഞ്ഞത്, ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ താങ്കൾ എന്തിനത് മറച്ചു വെക്കുന്നത്? അതുകൂടാതെ എന്തിനാണ് ആവശ്യമില്ലാതെ ഇതിങ്ങനെ വളച്ചൊടിക്കുന്നത്? പിടുത്തം കിട്ടുന്നില്ല. കുറച്ച് സാധനങ്ങൾ ലീക്ക് ചെയ്തിട്ടുണ്ട്, ഇതൊന്നല്ല, ഇതിനേക്കാളും അവന്റെ മര്യാദ കൊണ്ടാണ് അതൊന്നും. നിന്നെ പോലെ താങ്കളെ പോലെയുള്ള അല്ലെങ്കിൽ ആന്റിമാര് അങ്കിൾമാര് അവർക്ക് ഇത് കാണിക്കുമ്പോ അവർക്ക് അറിയില്ല. അതുകൊണ്ട് അവൻ മര്യാദ ഉള്ളത് കൊണ്ട് അവൻ അമ്മാന്ന് ഇപ്പോഴും വിളിക്കുന്നത് കൊണ്ട് അവൻ ആ ഏറ്റവും അതിൽ കുറച്ചെങ്കിലും മെനയുള്ള വലിയ കുഴപ്പമില്ലാത്ത ഒരു ചുണ്ടുകളിയും കടിച്ചു പിടിച്ച് മാത്രം നമ്മൾ കാണിച്ചിട്ടുള്ളൂ. കേട്ടില്ലേ നിങ്ങൾ എല്ലാവരും? അത്രേ ഉള്ളൂ, കുറച്ച് മെനയുള്ള ഒരു സാധനം മാത്രമേ കാണിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് മെനക്കേട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. സോഷ്യൽ മീഡിയയിൽ അവർ കാണിച്ചു കൂട്ടിയ പലതും ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി അതൊന്നും ആരും പോയി നോക്കണ്ട കേട്ടോ, അതൊക്കെ ഒഴിവാക്കി വിട്ട് രേണു എന്തായാലും ഇനി ഫോൺ ഉപയോഗിക്കുന്നില്ല, ആ ഫോൺ മാറ്റി വെച്ചു. അവർ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് മൊബൈൽ ഉപയോഗിച്ചില്ല. കാരണം ആ മൊബൈൽ ഫോൺ തൊട്ടടുത്ത് ചാർജ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് എല്ലാവരും റിയാക്ട് ചെയ്തു, എല്ലാവരും ചൂണ്ടിക്കാണിച്ചു. ഇനി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ള കാരണം കൊണ്ടാവും. എന്തൊക്കെയായാലും സീക്രട്ട് ഏജന്റും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞൊന്നും കേൾക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളത്. അപ്പോൾ സീക്രട്ട് ഏജന്റിനെതിരെ ഒരു കേസ് ഉണ്ടാവും അടുത്തത് കേട്ടോ. കാരണം എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ള പറഞ്ഞുകൊണ്ട് ബാക്കി കേൾക്കാം എന്നുള്ളത് അവര് ആലോചിക്കട്ടെ. കിച്ചു പോകാത്തതിന്റെ കാരണം അത് അവനല്ല അറിയാം. ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇപ്പൊ കിച്ചു കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സമയത്ത് കുറെ ആൾക്കാർ വന്ന് കിച്ചുവിനെ സംഭവം ഒക്കെ പറയും. നമ്മളെ പോലെ ഒരുപാട് പേര് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ തന്നെ അപ്പോഴാണ് കിച്ചുവിനെ കുറെ നല്ലത് പറയും, കിച്ചുവിനെ കുറെ ഇത് പറയും. അതും ആ കൊച്ചിന്റെ അവന്റെ ഫ്യൂച്ചറും ഈ പറയുന്ന പോലെ തന്നെയാണ്. അവൻ ഒരു പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അവന്റെ ഫ്യൂച്ചറിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് അത്, അല്ലെ? ഈ ആളുകൾ വെറുതെ അങ്ങോട്ട് ഈ സോഷ്യൽ മീഡിയ അവനൊരു വീഡിയോ ഒരു റീൽ ഇട്ടുണ്ടായിരുന്നു, മറ്റേ എന്നിട്ടാണ് പറഞ്ഞിട്ട് വിഷമമുള്ള ആൾക്കാരുടെ വിഷമങ്ങൾ തീർട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റീൽ ഇട്ടുണ്ടായിരുന്നു. അതെന്തെങ്കിലും ചിലപ്പോൾ കൊളാബോ ആളായിട്ടുള്ള കൊളാബറേഷനിൽ വന്നിട്ടുള്ള ഒരു സാധനം, അല്ലാണ്ട് അവൻ ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള പറയുന്ന ഒരു കുട്ടിയല്ല. പക്ഷെ അത് അതിന്റെ പുറകെ മുഴുവൻ അവനെ പൊങ്കാലും അതുവരെ അവനെ പൊക്കി വെച്ചോരും മുഴുവൻ അവനെ പൊങ്കാലും ഇടാൻ വരിക. നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. അവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവന്റെ ചാനൽ ഒന്ന് പറയും. അവന് പറയേണ്ട കാര്യങ്ങൾ മറ്റുള്ള എല്ലാവരെ പോലും ചാനലുകാർക്ക് ഇട്ട് തിന്നായിട്ട് കൊടുത്ത് നടക്കുന്ന ഒരു പയ്യനല്ല അവൻ. അപ്പൊ എങ്ങനെ എന്ത് ചെയ്യണമെങ്കിലും ബാക്കി ഒരുപാട് ചാനലുകാർ അത് അറിയണതും എവിടെ പോവുകയാണെങ്കിലും ആളുകൾ അവരറിയിച്ചിട്ടാ. പക്ഷെ ഇവ അതൊന്നും ചെയ്യാത്ത ഒരാളാ. കേട്ടില്ലേ? 8ഓളം യൂട്യൂബർമാർ ആർക്കോ ഉണ്ട് എന്ന് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആർക്കോ ഉണ്ട് എന്നുള്ളത്
ഇവിടെ കിച്ചു അങ്ങനെ ആളുകളെ വിളിച്ച് അറിയിച്ചിട്ടൊന്നല്ല ഒരു കാര്യങ്ങളും ചെയ്യുന്നുള്ളതാണ്. ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ആ ബിസിനസ്സിൽ ഇവരാണ് അവന്റെ കൈ പിടിച്ച് ഉയർത്തി കൊണ്ടുപോകുന്നത്. അവരിപ്പോൾ യാത്രയിലാണ്. തിരിച്ചു വരുമ്പോൾ നല്ലൊരു ക്ലോത്ത് ബ്രാൻഡ് ഇവിടെ ഓപ്പൺ ആവുക തന്നെ ചെയ്യും. അങ്ങനെ വിജയങ്ങൾ കൈവരിച്ച് മുന്നോട്ട് തന്നെ പോവുക. നീ നിന്റെ കാലിൽ തന്നെ നിൽക്കുക. നീ ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ആവശ്യം വരില്ല. കാരണം നീ കൊല്ലം സുധിയുടെ മകനാണ്. നിനക്ക് അതിൻ്റെതായ കഴിവുകൾ ഉണ്ടാവുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അത്യാവശ്യം നന്നായി പാട്ട് പാടാറുണ്ട്. സിനിമയിലേക്ക് അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും പോകുമെന്നുള്ള ആ ഒരു ആഗ്രഹവും അവൻ പ്രകടിപ്പിച്ചതാണ്. അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവൻ അത്ര സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. രേണുവിന്റെ അസുഖം മാറാനും നമ്മൾ ഈ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കും നല്ല ബുദ്ധി ഉദിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അവർ സോഷ്യൽ മീഡിയയിൽ ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഇനിയെടുത്ത് പൊങ്കാലയിടും. കാരണം അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ്. ഏറ്റവും വെറുക്കപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. അത് ഈ പയ്യനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണെന്നുള്ളതാണ്. വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ ആ മരുന്നിന്റെ വിഷയം, അതൊക്കെ ഞാൻ നിരന്തരമായി റിയാക്ട് ചെയ്തതാണ്. സത്യസന്ധമായിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കാണിച്ച ആ ബില്ലിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഞാനില്ല കേട്ടോ. അതായത് 2001 അതാണ് എനിക്ക് പല ആളുകളും മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഇനി ഞാൻ വർണ്ണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കത് മനസ്സിലായതാണ്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചത് എൻ്റെ ഒരു ആദിയും വ്യാധിയുമാണ് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് ഈ മരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഡൗട്ട് ഉണ്ട്. അത് തീർത്തു കൊടുത്തു. വീഡിയോ എടുക്കുന്ന സമയത്ത് 2-3 കോൾ വന്നു. അതാണ് ഇതിൻ്റെ ഇടയിൽ ജമ്പിങ്ങും കട്ടിങ്ങും കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ചുമക്കെ മാറി കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഫലിച്ചു. കുറെ കൂടോത്രങ്ങളൊക്കെ അങ്ങ് ആവിയായി പോയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവനെ ചേർത്ത് വെക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുക എന്നുള്ളതാണ്. രേണുവിന് പറ്റിയ അമളി എന്താ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അവര് വാ തുറന്ന കുറെ മണ്ടത്തരം പറയും. ആ മണ്ടത്തരം കാരണമാണ് ആളുകൾ വീണ്ടും എടുത്ത് റിയാക്ട് ചെയ്യുന്നുള്ളതാണ്. ആ മരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ക്യാൻസർ പേഷ്യന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആരെയും ഒന്നും പറയാനല്ല വീഡിയോ ചെയ്തിട്ടുള്ളത്. ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ മാത്രം ചെയ്തു, അത്ര തന്നെ. ബാക്കി കേൾക്കാം. ഇവന് പറയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ അവൻ പറയും, അല്ലാതെ പറയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അന്നും ഇന്നും ഇനിയും പേഴ്സണൽ കാര്യങ്ങൾ അവന് മറ്റേ നമ്മളെ പൂസ്റ്റ് പറഞ്ഞെടുക്കുന്ന ചില സംഭവം പിന്നെ അവനെ എൻജോയ് ആക്കി ഹാപ്പി ആയി ചിരിച്ച് കളിച്ച് ആരോടാണെങ്കിലും ഞങ്ങളിപ്പോ ഒരാളെ ഒരു വിഷമിച്ച ഒരാളെ കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഇതിൽ പെട്ടിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ അവരോട് അവരുടെ ആ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ കുത്താനല്ല നിൽക്കണേ. മറ്റുള്ള ചാനൽ മീഡിയക്കാരുടെ പോലെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ. അതുപോലെ കിച്ചു, ഞങ്ങളും നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. കിച്ചും കൂടെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അവൻ പറ്റുന്ന സമയങ്ങളിൽ അവൻ കോൺടാക്ട് ചെയ്യും, വിശേഷം പറയും, അല്ലെങ്കിൽ ലൈക്ക് വരും. പപ്പൂസ് കുറച്ചല്ല, അവനായിട്ടും സംസാരിക്കും. ഇപ്പോൾ അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, അപ്പോയിട്ട് കണക്ട് ചെയ്യും, സംസാരിക്കും, അല്ലെങ്കിൽ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അത് ഞങ്ങളും അത്ര തന്നെ. ചേർത്ത് വെക്കേണ്ടവരെ ചേർത്ത് വെക്കുക, മൈൻഡ് ചെയ്യാതിരിക്കേണ്ടവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. രേണുവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. കിച്ചുവിന്റെ ആ ഒരു സംരംഭം വിജയിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കൾ തെറ്റിലേക്ക് പോകുമ്പോൾ അവരെ നേർവഴിയിലേക്ക് നയിക്കേണ്ടത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ നമ്മൾ ശ്രദ്ധിക്കാനില്ലെങ്കിൽ നമ്മൾ പല വഴിയിലേക്കും പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. പിന്നെ കിച്ചു മദ്യപിച്ചു എന്നുള്ളതാണ് കേട്ടോ അന്നത്തെ കേസ്. കിച്ചു മാത്രമല്ലല്ലോ മദ്യപിച്ചിരുന്നത്, കൊല്ലസുധി മദ്യപിച്ചിരുന്നില്ലേ? അപ്പൊ ചെറുതായിട്ടൊക്കെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ കിട്ടും. തിരുത്താൻ ആളില്ലെങ്കിൽ നശിച്ചു പോകും. പക്ഷെ എന്തോ ഒരു ദൈവകാരുണ്യം കൊണ്ട് അവൻ അതിൽ നിന്നൊക്കെ ഊരി രക്ഷപ്പെട്ടു വന്നു എന്നുള്ളതാണ്. പിന്നെ ബിഷപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറെ ഡാറ്റ കൈ കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ കൈ കിട്ടിയിട്ടുണ്ട്. അത് പുറത്തുവിടാൻ സമയമായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടട്ടെ. കിട്ടിയതിന് ശേഷം നമുക്ക് പൊങ്കാല ഇടേണ്ടവരെ പൊങ്കാല ഇടുക തന്നെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, എന്തെങ്കിലും ഒരു കമന്റ് ഇടുക. പരമാവധി ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഹൈപ്പ് ബട്ടൺ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങൾ സന്ദീപ് സൈനിങ് ഓഫ്.